നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയച്ചിരിക്കുന്ന മരുന്ന് വളരെ ക്രിട്ടിക്കലായുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അതായത് മാസം തികയാതെ വയറ്റിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ച നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞുങ്ങൾ പുറത്തെടുക്കാൻ കൊടുക്കുന്ന മരുന്ന് ഇത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്യും. അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. എനിക്ക് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ ഇനി കഴിയില്ല. സോറി മാഡം. വീട്ടിൽ ചെന്ന സഹായത്തിനാരുണ്ട്? അങ്ങനെ സഹായത്തിന് ആരും വേണമെന്നൊന്നുമില്ല. ഇപ്പോ അസുഖമൊക്കെ ഭേദമായല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. ഒറ്റയ്ക്ക് മതി എന്നൊക്കെ ഇപ്പൊ തോന്നും. പെട്ടെന്നൊരു വയ്യായിക വരുമ്പോഴാ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്നത്. നന്ദനെന്താ എന്റെ കൂടെ വീട്ടിലും കൂട്ടിരിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഉദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചാ ആഗ്രഹമുണ്ട്. സാധാരണ ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. ചിലത് നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഞാനങ്ങനെ കേട്ടിട്ടുള്ളത്. ആ അത് തന്നെയാ എന്റെയും പ്രതീക്ഷ. എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകാൻ. എല്ലാം ശരിയായിട്ടെന്ന് വെച്ചാ നന്ദനൊരു യാത്ര പോകുന്നതിന് എന്താ ഇനി ശരിയാവാനും മാത്രം? ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. കൂടെ വരേണ്ട ആള് ഇതുവരെ അതിന് അനുവാദം തന്നിട്ടില്ല. അതാ ശരിയായിട്ടെന്ന് ഞാൻ പറഞ്ഞത്. എങ്കിലും അയാളോട് തുറന്നു ചോദിച്ചൂടെ ഒപ്പം വരുമെന്ന്? ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പേടിയാ. ചില സമയത്ത് ധൈര്യം സംഭരിച്ച് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആളെപ്പോഴും മനസ്സിലാകാത്ത രീതിയിലാ തിരികെ പെരുമാറുന്നത്.
ആ ഇന്നല്ലെങ്കിൽ നാളെ അയാള് സമ്മതിക്കും. അന്ന് ഞാൻ അയാളെയും കൊണ്ട് ഒരു യാത്ര പോവുകയും ചെയ്യും. അയാള് സമ്മതിക്കുമെന്ന് എന്താ എത്ര ഉറപ്പ്? എന്റെ സ്നേഹത്തിൽ നിന്ന് അധികകാലമൊന്നും അയാൾ ഒളിച്ചോടാൻ പറ്റത്തില്ല. എത്ര കണ്ടില്ലെന്ന് അടിച്ചാലും ഒരു ദിവസം അംഗീകരിച്ചല്ലേ പറ്റൂ, എന്നെയും എന്റെ ഇഷ്ടത്തെയും. ആ സമയത്തിന് വേണ്ടിയാ ഞാനിപ്പോ കാത്തിരിക്കുന്നത്. ഞാനും പ്രാർത്ഥിക്കാം തന്റെ ആഗ്രഹം നടക്കാൻ. അല്ല, യാത്ര പോകുന്നു പറഞ്ഞതല്ലാതെ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. വെറുതെ പറയേ, ഞാനൊന്ന് കേട്ടിരിക്കാം. കാനഡയിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്താ കാനഡ സെലക്ട് ചെയ്യാൻ കാരണം? എന്തോ എനിക്കിഷ്ടമാണ് അവിടെ. സ്നേഹിക്കുന്ന ആളോടൊപ്പം എനിക്ക് അവിടെ ഒന്ന് പോകണം. അവിടുത്തെ CN ടവറിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് അയാളോടൊപ്പം എനിക്ക് കാഴ്ചകൾ കാണണം. വല്ലാത്ത ആഗ്രഹം തന്നെ. ഇനിവേ എന്തായാലും അത് നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ഈശ്വരൻ കേൾക്കുമെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ ഒരു മരുന്നിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞുതരോ? ഞാൻ നോക്കട്ടെ, ഇപ്പൊ തിരിച്ചു വിളിക്കാം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടർ, അയച്ചിരിക്കുന്ന മരുന്ന് വളരെ ക്രിട്ടിക്കലായുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അതായത് മാസം തികയാതെ വയറ്റിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ച നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞുങ്ങൾ പുറത്തെടുക്കാൻ കൊടുക്കുന്ന മരുന്ന് ഇത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.